വെറൈറ്റി രുചിയോട് കൂടിയിട്ടുള്ള ഒരു പായസത്തിന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ക്യാരറ്റ് സേമിയ ചവ്വരി പായസമാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത്. വിശേഷ ദിവസങ്ങളും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും പെട്ടെന്ന് വരികയാണെങ്കിൽ അവർക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പായസത്തിന്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ. അപ്പം ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഒരു 100 ഗ്രാം ചവ്വരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ ബോൾസ് ഉണ്ട്. എനിക്ക് ഈ ഒരു അളവിലുള്ള ബോൾസാണ് കിട്ടിയത് കേട്ടോ. അപ്പം ഞാൻ അതൊന്ന് ഒരു മണിക്കൂർ ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇതിനായിട്ട് ഒരൊറ്റ ക്യാരറ്റ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. നല്ല രീതിയിൽ കഴുകിയിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക. ഈ ചവ്വരി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ളത് അതൊന്ന് നമുക്കൊന്ന് കുറച്ചൊന്ന് വേവിച്ചെടുക്കണം. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കതൊന്ന് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം എന്ന് പറയുന്നത് കേട്ടോ, പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം. ഒരു പാൻ വെച്ച ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ 1-1.5 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് വളരെ തിന്നായിട്ടുള്ള സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു തിന്നായിട്ടുള്ള സേമിയ ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് കിട്ടുമെങ്കിൽ നിങ്ങൾ ഇത് തന്നെ ചേർത്ത് കൊടുക്കുക. റോസ്റ്റ് ചെയ്ത സേമിയ ആയതുകൊണ്ട് തന്നെ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ അതിൻ്റെ എന്തായാലും ഒരു ഈർപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് വെലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാരറ്റും കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. എൻ്റെ ശബ്ദം കുറച്ചൊരു ഇതുണ്ടാവും കേട്ടോ, കോൾഡ് അടിച്ചിരിക്കുകയാണ്. നല്ല രീതിയിലൊന്ന് വറുത്ത ശേഷം നമുക്കതിലേക്ക് ഫുൾ ഫാറ്റ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളമൊന്നും ഒട്ടും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. വെറും പാല് മാത്രമായിട്ട് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു പായസത്തിന് ടേസ്റ്റ് കൂടുന്നത് കേട്ടോ. അപ്പോൾ 1 ലിറ്റർ പാലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ക്യാരറ്റും സേമിയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു 1 ലിറ്റർ തന്നെ നമുക്ക് നല്ല രീതിയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചിട്ടുള്ള ചവ്വരിയുടെ ആ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പായസത്തിന്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2-2.5 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മധുരത്തിന്റെ അളവ് പോലെ നിങ്ങളത് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കുക. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ കുറച്ചുകൂടി പായസത്തിന് ടേസ്റ്റ് കൂടും. ഈ ഒരു സമയമാകുമ്പോൾ കുറച്ച് ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പായസം അത്യാവശ്യം നല്ല രീതിയിലൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ആ ഒരു ഭാഗം ഞാൻ ഇവിടെ എടുക്കാൻ വിട്ടുപോയി. അപ്പം നിങ്ങളൊരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയൊക്കെ നമ്മൾ വാട്ടിയിടുക. എത്രത്തോളം നിങ്ങളുടെ കയ്യിലുണ്ടോ അത്രത്തോളം ഇടുക. കാരണം ഇത് ഇടയ്ക്ക് നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പം അതുകൂടി ഇതിലേക്ക് വാട്ടിയിടുക. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. ക്യാരറ്റും ചവ്വരിയും സേമിയും ഒക്കെ കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കഴിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കും കേട്ടോ. ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി കൊടുക്കും. നല്ല അഭിപ്രായം എന്തായാലും നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു തിക്കിലാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങളുടെ ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ചിട്ട് അളവ് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. പാലിൽ വെള്ളം ചേർക്കാതെ നമ്മൾ പായസം ഉണ്ടാക്കി എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പം ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. നമ്മുടെ ചാനൽ സബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇതുപോലുള്ള സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വീഡിയോകളായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും തരിക.
പായസത്തിന്റെ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പായസമാണെന്ന്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ.